കുറച്ചു ദിവസങ്ങളിലായി മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിരമായി ഭീതി വിതയ്ക്കുകയാണ് പടയപ്പ. ഇന്ന് രാവിലെ 8 മണിയോടെ ഇക്കോ പോയിന്റിന് സമീപം ഇറങ്ങിയ ആന പ്രദേശത്തെ 2 കടകൾ തകർത്തു. കാട്ടുകൊമ്പൻ ഇറങ്ങിയ സമയം ഇക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികൾ കുറവായിരുന്നതിനാൽ ആളുകൾക്ക് നേരെ ആക്രമണമുണ്ടായില്ല. ചിന്നക്കനാലിൽ ബീൽറാമിൽ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് സൗന്ദർരാജൻ എന്ന കർഷകനെ ചക്കക്കൊമ്പൻ ആക്രമിച്ചത്. സൗന്ദർരാജനൊപ്പമുണ്ടായിരുന്ന ചെറുമകൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ ഞങ്ങള് ഈ പുള്ളിനെ കാണാതായപ്പോൾ തപ്പാൻ പോയപ്പോഴത്തേക്ക് ആന അടുത്ത് തന്നെ നിൽക്കായിരുന്നു. തപ്പാൻ സമ്മതിച്ചില്ല. ആന അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഫോറസ്റ്റുകാരെ വിളിച്ചറിയിച്ചു. ഒരു അരമണിക്കൂറിനും ഫോറസ്റ്റും വന്നു. മറ്റു വാച്ചർമാരൊക്കെ പടക്കം ഇട്ട് പൊട്ടിച്ചിട്ടാണ് ആളെ നമുക്ക് കിട്ടിയത്. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വയോധികന്റെ 2 കൈയും ഒടിഞ്ഞു. നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണശേഷം കൃഷിയിടത്തിൽ നിലയുറപ്പിച്ച ആനയെ വനംവകുപ്പ് അധികൃതർ ഏറെ പണിപ്പെട്ടാണ് വനത്തിലേക്ക് തുരത്തിയത്. വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കുമളി.